അതുപോലൊരു മൂവി മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് വെജിറ്റബിൾ ഒന്നും ഇല്ല. കാരണം എന്ന് പറഞ്ഞാല് ടോവിനോടെല്ലാം പെർഫോമൻസ് ഒക്കെ ഓക്കെ, പക്ഷെ അത്ര വലിയ എടുത്തു പറയാൻ മാത്രമൊന്നുമില്ല ഒരു മൂവി ഒന്നല്ല. കണ്ടിരിക്കാം, നമുക്ക് ഒരു വൺ ടൈം വാച്ച് മൂവിയാണ്, സ്റ്റാൻഡേർഡ് ലെവലിൽ എടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞാല് ഒരു സീൻ നമ്മളൊരു കിളി പോയ ലെവലിലാണ്. ഒരു ടോവിനോക്ക് വെടിവെച്ചിട്ട് അവൻ കാർ എടുത്തു പോകുന്ന ഒരു സീനുണ്ട്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് കിളി പോയി, കാരണം എനിക്കൊന്നും മനസ്സിലായില്ല ആ സീന്. ബാക്കി കുഴപ്പമില്ല. നിരക്കുന്ന സീൻസ് ഒക്കെയാണ് കൂടുതലും. അതൊന്നും കുഴപ്പമില്ല, സാധാ സിനിമയല്ലേ, നമ്മൾ ആ ലെവലല്ലേ കണ്ടിരിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഓക്കെയാണ്. പക്ഷെ പടം കൊള്ളാം, കുഴപ്പമില്ല. ഒരു വൺ ടൈം വാച്ച് മൂവി അത്രേ പറയാനുള്ളൂ. അതൊരു ഹിറ്റ് ബമ്പർ ഹിറ്റ് ആണെന്ന് പറയാൻ മാത്രം ആയില്ല. 2025 ഇപ്പൊ ആദ്യമായിട്ടൊരു പടം വന്നതല്ലേ, കുഴപ്പമില്ലാതെ കണ്ടിരിക്കാം, അത്ര പറയാം. അപ്പൊ നല്ല മെസ്സേജ് ഉണ്ട്. ഇതൊരു പക്ക ടോവിനോ തോമസ് ഫിലിമാണ്. അച്ഛന്റെ കവിയുടെ ശക്തമായി തിരിച്ചു തരുക. പടം ത്രില്ലറാണ്, ആക്ഷൻ ത്രില്ലറാണ്. ക്ലൈമാക്സിൽ വയലൻസ് എല്ലാം ഉണ്ട്. നല്ല ഫാമിലി കാണാൻ പറ്റുന്ന പടമാണ്. ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട് കണ്ടില്ല. ത്രില്ലറാണ്, നല്ല മേക്കിംഗ് ആണ്, എഡിറ്റിംഗ് നല്ലതാണ്. ഒരു ലാബിൽ ഞാൻ കാണുന്നില്ല. എന്തായാലും ടോവിനോ കരിയറിലെ ബെസ്റ്റ് ഫിലിമായിരിക്കും. ഒരു സൂപ്പർ സ്റ്റാർ പടവിലേക്ക് പോകും. പിന്നെ മാർക്കോട്ട് ലെവലിലേക്ക് വരുന്നുണ്ട് പടം. ഭയങ്കര കളക്ഷൻ ആയിരിക്കും, എല്ലാം കൂടെ നല്ല എന്റർടൈനറാണ്. ഈ വർഷത്തെ ഫസ്റ്റ് ഹിറ്റ് ആയിരിക്കും. മാർക്കോട്ട് ലെവലിൽ പോകാൻ സാധ്യതയുണ്ട്. ഹാപ്പി ന്യൂ ഇയർ. ന്യൂ ഇയറിലെ ഫസ്റ്റ് മൂവി ഐഡന്റിറ്റി ടോവിനോടെ. മൂവി ഒരു സ്റ്റൈലിഷ് ത്രില്ലർ, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എടുത്തു പറയേണ്ടതിനകത്ത് ജയ്ശ്രീയുടെ മ്യൂസിക് അടിപൊളിയായിരുന്നു. ഒരു സീൻ എലവേറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ ഇമ്പാക്ട് എടുത്തിട്ടുണ്ട്. ഒരു 60% സ്ക്രീൻ നമ്മൾ കാണുകയാണെങ്കിൽ ബാക്കി ഒരു 30% ബീജിന്റെ ഇമ്പാക്ട് കാരണം ആ ഒരു സ്ക്രീൻ നല്ല ലെവലിലാണ്. സിനിമാറ്റോഗ്രാഫി നൈസ് ആയിരുന്നു. മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഡീസന്റ് ത്രില്ലറാണ്. സ്റ്റാർട്ടിങ് നല്ലൊരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്നത്. ഇന്റർവെൽ വരെ ആകുമ്പോൾ അത്യാവശ്യം കൊള്ളാം. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഓവറായിട്ട് കൺഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ സൈഡിൽ വന്നിട്ട്. സോ അത് കുറച്ച് ഓവറായെന്ന് എനിക്ക് തോന്നി. പക്ഷെ ക്ലൈമാക്സിനോടനുബന്ധിച്ച് നൈസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഒരു ഫ്ലൈറ്റ് സീക്വൻസ്, ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. മലയാള സിനിമയിൽ പൊതുവെ കണ്ടില്ലാത്തൊരു സംഭവം നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാറുണ്ട്. CG ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും കൺവിൻസിംഗ് ആയിരുന്നു. നമുക്കൊരു സീനിൽ പോലും അങ്ങനെ മേക്ക് ചെയ്ത് അയ്യെന്ന് തോന്നിയില്ല. സോ ദാറ്റ് വാസ് ഗുഡ്. ബാക്കി ഓവറോൾ നോക്കുവാണെങ്കിൽ മൂവി ഒരു പൈസ വസൂൽ ത്രില്ലർ മൂവിയാണ്. തിയേറ്റർ സ്റ്റഫാണ്, കാരണം മേക്കിംഗ് വൈസ് സൗണ്ട് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും തിയേറ്ററിൽ നിന്ന് കാണാനുള്ള ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഡൗൺ തോന്നിയത് തൃശ്ശയുടെ കൊണ്ടുപോയിട്ട് തൃശ്ശയ്ക്ക് വേണ്ടിയ ഒരു ക്യാരക്ടർ തൃശ്ശയിൽ നിന്നുള്ള ഒരു പ്രതീക്ഷയില്ല. അത് എനിക്ക് ആക്ച്വലി മൂവിയിലൊന്നും തോന്നിയില്ല. സോ മേ ബി മാർക്കറ്റിംഗ് ഇതുകൊണ്ടായിരിക്കാം. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ മൂവി ഇസ് എ ഗുഡ് വൺ. ഗോ ഫോർ ഇറ്റ്. ഹാപ്പി ന്യൂ ഇയർ. അത്യാവശ്യം സൂപ്പറായിരുന്നു. ഫൈറ്റ് സീൻസ് എല്ലാം നല്ലായിരുന്നു. മേക്കിംഗ് വൈസ് അടിപൊളിയായിരുന്നു. നല്ല ത്രില്ലായിരുന്നു. ഒരു സെക്കൻഡ് പോലും നമുക്ക് അങ്ങനെ ലാഗ് തോന്നിയിട്ടില്ല. എഡ്ജ് ഓഫ് സീറ്റ് തന്നെ ആയിരുന്നു. എനിക്ക് പിന്നീട് ഭയങ്കര ഇഷ്ടമാണ്. സോ നന്നായിട്ട് ചെയ്തു. പിന്നെ ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സും നന്നായിട്ട് തന്നെ ചെയ്തു. അവരുടെ പാട്ടെല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തത്. നമ്മൾ എടുത്തു പറയേണ്ടതായിട്ട് ആരെയും എടുത്തു പറഞ്ഞത് ശരിയല്ല, എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. പിന്നെ ഈവൻ വൃത്തി പോലും നല്ല അടിപൊളിയായിട്ട് തന്നെ കുട്ടി പോലും ചെയ്തിട്ടുണ്ട്. സോ എല്ലാ ക്യാരക്ടേഴ്സും അവരുടെ പോർഷൻ അടിപൊളിയാക്കി. എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ടത് ടോവി ആൻഡ് വിനായക് ലാസ്റ്റ് ലാൻഡിലെ ഫൈറ്റും എയറിലെ ഫൈറ്റും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്യാവശ്യം അത് താങ്ങും എന്നെ പറഞ്ഞു. അങ്ങനെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പത്തിന ഡീറ്റെയിൽസ് എക്സ്പീരിയൻസ് വന്നോ ടൈം കിട്ടിയില്ല. നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയി കാണണം.
അത് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയും. ഇപ്പൊ കണ്ട അഭിപ്രായം എങ്ങനെയുണ്ട്? എനിക്കത് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതിൽ വർക്ക് ചെയ്തില്ല, അപ്പൊ ഞാൻ നല്ലല്ലേ പറയുന്നത്, ഞാൻ മോശം പറയുന്നുണ്ടോ? പക്ഷെ അല്ല, മൊത്തത്തില് നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. ആക്ഷൻ ഉണ്ട്, നല്ല എക്സ്പീരിയൻസ്. ഇതിനെക്കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ് വരുന്നത്. ബാക്കിയെല്ലാം ആദ്യം എന്നോട് പറഞ്ഞത് ശരിയല്ല, അവ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടു. ശരി.